ഹായ് സ്റ്റുഡൻസ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ NIOSൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കുന്നത്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്ററാണ്. യുവർ കോഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് വിത്ത് ദിസ് ലെസൺ. ദിസ് ലെസൺ ട്രൈസ് ടു എക്സ്പ്ലോർ ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ട്രഡീഷണലി ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് സ്റ്റേറ്റ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പരമ്പരാഗതമായ നമ്മുടെ ധാരണ അനുസരിച്ച് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കവും അവസാനവും എന്ന് പറയുന്നത് ഭരണകൂടത്തിലാണ്. സോ കൺസിഡേർഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്തിനെയാണ് ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും പറ്റിയുള്ള ഒരു പഠനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ മോഡേൺ വ്യൂ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ലേസ് എംഫസിസ് ഓൺ ഇറ്റ്സ് ബീയിങ് ദ സ്റ്റഡി ഓഫ് പവർ ആൻഡ് അതോറിറ്റി. പക്ഷേ പഴയ കാലഘട്ടത്തിലെ പോലെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല പിന്നീട് പൊളിറ്റിക്കൽ സയൻസിന് വരുന്നത്. അപ്പോൾ അതിലെന്താണ് വ്യത്യാസം? അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ശക്തികളെക്കുറിച്ചും അതുപോലെ അതോറിറ്റിയെക്കുറിച്ചും, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം, അതിനെക്കുറിച്ചുമുള്ള പഠനമാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നടക്കുന്നത്. മോഡേൺ വ്യൂ അല്ലെങ്കിൽ ആധുനികമായ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാഴ്ചപ്പാട് അതാണ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അതുപോലെ ആ വ്യക്തികളുടെ കൂട്ടങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിനോ ഉള്ള അവരുടെ ശക്തിവിശേഷങ്ങൾ. അപ്പോൾ അവർക്ക് അംഗബലത്തിലുള്ള ശക്തി ഉണ്ടാവാം, സൈനിക ശക്തി ഉണ്ടാവാം, അതുപോലെ പിന്നെ അവർക്ക് അധികാരത്തിൻ്റെ ശക്തി ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ശക്തികളുണ്ട്. ഈ ശക്തികൾ മത്സരിച്ചാണ് അവർ അതോറിറ്റി അഥവാ അധികാരം കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഓൾസോ എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് എവർ വൈഡനിങ് സ്കോപ്പ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടം പോലെയല്ല, പിന്നീട് ഓരോ കാലഘട്ടത്തിലെത്തുമ്പോഴും ഇത് കൂടുതൽ ഇതിന്റെ മേഖല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് സ്കോപ്പ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചും, സ്റ്റേറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണകൂടം എന്നാണ്. ആ ഭരണകൂടത്തെ പറ്റിയും അതുപോലെ അതിൻ്റെ മേഖലകൾ എത്രമാത്രം വൈഡാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. കവറിംഗ് ദ സ്റ്റഡി ഓഫ് ഗവൺമെൻറ്, സ്റ്റഡി ഓഫ് പവർ, സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് വിച്ച് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശക്തികളെ കുറിച്ചുള്ള പഠനം, അതുപോലെ മനുഷ്യർ, അതുപോലെ അവൻ്റെ പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അവൻ്റെ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം, വിച്ച് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇവയെല്ലാം നമ്മളുടെ രാഷ്ട്രീയത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്നുണ്ട്. In this lesson, you will study some of the core concepts like justice and its relevance to citizens. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാതലായ ചില ആശയങ്ങളാണ്. എന്താണ് കാതലായ ആശയം എന്ന് വെച്ചാൽ ജസ്റ്റിസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ. അതാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാതലായ ആശയം എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് റെലവൻസ് ടു സിറ്റിസൺസ്. അത് ആ രാജ്യത്തുള്ള പൗരന്മാർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒബ്ജക്റ്റീവ്സിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് സം സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അതിന് അവരുടേതായ തരത്തിലുള്ള ചില എക്സ്പ്ലനേഷൻ തരും. പക്ഷേ എല്ലാ എക്സ്പ്ലനേഷനും ഒരുപോലെ എന്താവില്ല, കോംപ്രിഹെൻസീവ് അഥവാ സമഗ്രമാവില്ല. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു വിവരണത്തിനെയാണ് നമ്മൾ ശരിക്കും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും ആനയെ കണ്ണ് കാഴ്ചയില്ലാത്തവർ തൊട്ടതുപോലെ പല രീതിയിലായിരിക്കും പൊളിറ്റിക്കൽ സയൻസ് ഇന്നേതാണ്, പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ സമഗ്രമായി അതിനെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട് പറയുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളുടെയൊക്കെ ധാരണകളിലെ തിരുത്തിക്കൊണ്ടായിരിക്കും പലപ്പോഴും ഡെഫിനിഷൻസ് വരിക. അപ്പോൾ ആ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഈ പാഠഭാഗം പഠിച്ചതോടുകൂടെ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിലും ആളുകളുടെ ഇടയിലൊക്കെ ഉള്ളതാണ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും ഒന്ന് തന്നെയാണ് എന്ന ഒരു തോന്നൽ. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു ഭാഗമാണ് പൊളിറ്റിക്സ് ശരിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ് ശരിക്കും
ശാസ്ത്രീയമായ വിജ്ഞാന ശാഖ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയം, നമ്മൾ കക്ഷി രാഷ്ട്രീയങ്ങളും അതുപോലെ നമ്മളുടെ ഇടയിൽ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിനേക്കാളും വിശാലമാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ അത് തമ്മിൽ തരംതിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ ഉണ്ടാവണം. ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ടേംസ് ഓഫ് റോൾ ഓഫ് സ്റ്റേറ്റ്. അതുപോലെ ഭരണകൂടത്തിന്റെ റോൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ സയൻസിൽ, അതിലൂടെ അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ മേഖലകൾ എവിടം വരെയൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം, വിവരിക്കാൻ പറ്റണം. ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് സിറ്റിസൻസ്. അതുപോലെ ഗവൺമെന്റ് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത്, ഗവൺമെന്റ് പ്രവർത്തന പദ്ധതികൾ എന്തെല്ലാമാണ്, അതെങ്ങനെയാണ് അതിലുള്ള പൗരന്മാരെ സ്വാധീനിക്കുന്നത്, ആ പൗരന്മാരും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയണം. ഇനി റെക്കഗ്നൈസ് ദ റെലവൻസ് ഓഫ് ജസ്റ്റിസ് ഫോർ സിറ്റിസൺസ് ആൻഡ് സ്റ്റേറ്റ്. അതുപോലെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിന്യായമാണ്. നീതിന്യായത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അത് നീതിന്യായം പൗരന്മാർക്ക് എന്നതുപോലെ തന്നെ ഗവൺമെന്റിനും അല്ലെങ്കിൽ ഭരണകൂടത്തിനും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ നമ്മളെ ഇതിന്റെ പാഠത്തിന്റെ ഹെഡിങ് തന്നെ നമുക്കറിയാം, എന്താണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യമായിട്ട് മീനിങ് എന്താണെന്ന് നോക്കാം. Political science is that part of science which deals with the foundations of states and principles of government. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം അഥവാ സാമൂഹ്യ വിജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രമീമാംസ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വിച്ച് ഡീൽസ് വിത്ത് ഫൗണ്ടേഷൻസ് ഓഫ് സ്റ്റേറ്റ്. അത് എന്തിനെ പറ്റിയാണ്, ഭരണകൂടത്തിന്റെ അടിസ്ഥാനം എന്താണ്, അടിസ്ഥാന ശിലകൾ എന്താണ്. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിന് അടിസ്ഥാന ശിലകൾ ഉണ്ടായിരിക്കണം അല്ലെ, തറ കെട്ടിയിട്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു ഭരണകൂടം ഉണ്ടാവണമെങ്കിലും അതിന് അടിസ്ഥാനപരമായിട്ട് ചില അടിത്തറകൾ ഉണ്ടാവും. അതിനെ പറ്റിയുള്ള പഠനം. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ എന്തെല്ലാം തത്വശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് അഥവാ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു J.W. ഗാർണർ. അതിൽ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ആണ് ശരിക്കും. പൊളിറ്റീഷ്യൻ മീൻസ് പൊളിറ്റിക്കൽ സയൻസ് പിന്നെ എന്താണ്, ഒരു രാഷ്ട്രമീമാംസ ശാസ്ത്രജ്ഞനാണ് J.W. ഗാർണർ. അതുപോലെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും ഒരു ശാസ്ത്രജ്ഞനാണ്. പൊളിറ്റിക്സ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് സ്റ്റേറ്റ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ഡെഫിനിഷനാണ് ശരിക്കും. എന്താണ് പറയുന്നത്, പൊളിറ്റിക്സ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റേറ്റ്. സ്റ്റേറ്റിലാണ് അല്ലെ ഭരണകൂടത്തിലാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗം തുടങ്ങുന്നതും ഒടുക്കവും അതിൽ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. സിമിലർലി R.G. ഗട്ടൽ wrote that politics is the study of the state in past, present and future. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു പിന്നെ ഡെഫിനിഷനാണ് R.G. ഗട്ടലും പറയുന്നത്. എന്താ പറയുന്നത്, സ്റ്റേറ്റിൽ തുടങ്ങി സ്റ്റേറ്റിന്റെ പാസ്റ്റ് പഴയ കാലം, സ്റ്റേറ്റിന്റെ ഇപ്പോഴത്തെ കാലം, ഇനി ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് R.G. ഗട്ടൽ പറയുന്നത്. ഇനി ഹാരോൾഡ് ജെ ലാസ്കി സ്റ്റേറ്റഡ് ഇൻ ദ സെയിം വേ. അതേപോലെ തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതിലെല്ലാം പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് സംസ്ഥാനം എന്ന വാക്കല്ല സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും കുറച്ചും കൂടി വലിയൊരു മീനിങ് ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഭരണകൂടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏകദേശം BC-യിൽ അരിസ്റ്റോട്ടിന്റെയും പ്ലേറ്റോന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് ഇത് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്, സ്റ്റേറ്റ് എന്ന വാക്ക്. അപ്പൊ ആ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണകൂടം, ഒരു ഭരണവും അതിന്റെ കീഴിലുള്ള ജനങ്ങളും, ഇതാണ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീടാണ് രാഷ്ട്രം എന്ന സങ്കല്പങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇൻ ദ സെയിം വേ പൊളിറ്റിക്സ് കൺസേൺ ഇറ്റ്സെൽഫ് വിത്ത് ദ ലൈഫ് ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ റിലേഷൻ ടു ഓർഗനൈസ്ഡ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. വളരെ ഓർഗനൈസ്ഡ് മീൻസ് എന്താണ്, വളരെ നിയമ അനുസൃതമായ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് സ്റ്റേറ്റ് ഉണ്ടാവുമ്പോൾ അതിൽ ജനങ്ങൾക്ക് ആണുങ്ങൾക്കും അതുപോലെ അതിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആ സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ സ്റ്റേറ്റുമായിട്ട് ഏതെല്ലാം തരത്തിൽ ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ആസ് എ സോഷ്യൽ സയൻസ്, political science deals with those aspects of individual in society which relate to their activities
ആൻഡ് ഓർഗനൈസേഷൻ ഡിവേർട്ടഡ് ടു സീക്കിംഗ് ഓഫ് പവർ. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഇതൊരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സാമൂഹ്യ ശാസ്ത്രം എന്ന നിലയ്ക്ക് ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റിന് മാത്രമല്ല എന്തിനും കൂടി പിന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ആസ്പെക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി, നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, സമൂഹത്തിലെ വ്യക്തികളാണ്, അതിന്റെ ചില മേഖലകളെ കൂടി പൊളിറ്റിക്കൽ സയൻസ് ഉൾക്കൊള്ളുന്നുണ്ട്. വിച്ച് റിലേറ്റ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഡിവോട്ടഡ് സീക്കിംഗ് പവർ. അപ്പൊ ഇവിടെയുള്ള എന്താണ് ഈ ഇൻഡിവിജ്വൽസ് യഥാർത്ഥത്തിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ആ ഇൻഡിവിജ്വൽസ് ചേർന്ന് ചില ഓർഗനൈസേഷൻ, സംഘടനകൾ ഉണ്ടാകുന്നുണ്ട്. ഈ സംഘടനകളും ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഇൻഡിവിജ്വൽസും സംഘടനകളും എന്തിനു വേണ്ടിയാണ്? സീക്കിംഗ് ഓഫ് പവർ. അപ്പോൾ അധികാരം കൈയാളാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഓൾ ദീസ് വിത്തിൻ ദ ഓവറോൾ ഫ്രെയിംവർക്ക് ഓഫ് റൂൾ ആൻഡ് ലോ ആസ് ലേഡ് ഡൗൺ ബൈ ദ സ്റ്റേറ്റ്. അതുപോലെ തന്നെ അധികാരം കൈയാളാൻ വേണ്ടി അവർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അവിടെ ചില പ്രശ്നങ്ങളും ഉദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി, ഈ പ്രശ്നങ്ങളെയും കൂടി സോൾവ് ചെയ്യുക എന്നുള്ളത് അത് ആ സ്റ്റേറ്റിന്റെ, ആ ഭരണകൂടത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടി ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി വരുന്നു എന്ന് കാണാം നമുക്ക്. ഇനി ചേഞ്ചിങ് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം എന്താണ്, രാഷ്ട്രമീമാംസയുടെ അർത്ഥം എന്താണ്, അതുപോലെ ആധുനികപരമായിട്ടുള്ള അർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി അഥവാ ചരിത്രപരമായിട്ടുള്ള അതിന്റെ ഒരു പഠനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ചേഞ്ചിങ് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. But the term politics is derived from the Greek word polis. അപ്പൊ ഗ്രീക്ക് വേർഡായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഉദയം കൊണ്ടിട്ടുള്ളത്. വിച്ച് മീൻസ് സിറ്റി ഓർ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണ വ്യവസ്ഥ അല്ലെ ഭരണകൂടം എന്ന ഒരു വാക്കിലാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. That is why many commentators use so rightly define politics in terms of the state or government. നമ്മൾ നേരത്തെ ഡെഫിനേഷൻസിലൊക്കെ കണ്ടു, സ്റ്റേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിലൂടെ എല്ലാ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അപ്പൊ അതേ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ് ഇതിന്റെ പ്രധാന ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളല്ല സ്റ്റേറ്റ്, ഒരു ഭരണകൂടം എന്ന വാക്കിലാണ് സ്റ്റേറ്റിനെ അർത്ഥമാക്കുന്നത്. However, this definition does not express the meaning of politics. അപ്പോൾ പൊളിറ്റിക്സിന്റെ മീനിങ് അതിനേക്കാളേറെ വലുതായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു പൊളിറ്റിക്സിന്റെ ഡെഫിനിഷനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. കാരണം സ്റ്റേറ്റിനേക്കാളും ഇപ്പം വളരെയധികം വലുതായിരിക്കുന്നു. പൊളിറ്റിക്സ് ഓൾസോ ഡീൽസ് വിത്ത് പവർ. അപ്പൊ ഈ സ്റ്റേറ്റ് മാത്രമല്ല, ഈ പവർ, ശക്തികളുടെ ഒരു പഠനം കൂടിയാണ് ഇത്. ഹാരോൾഡ് ഡി ലാസ്വെൽ ആൻഡ് അബ്രഹാം കപ്ലാൻ ഡിഫൈൻ പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. അപ്പോൾ പിന്നീട് വന്ന ചിന്തകന്മാരാണ് ഹാരോൾഡ് ലാസ്വെല്ലും അതുപോലെ അബ്രഹാം കപ്ലാൻ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ. അപ്പൊ അവരൊക്കെ പറയുന്നത് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ, എങ്ങനെ നമ്മളുടെ ശക്തികളെ പഠിക്കണം, എങ്ങനെ അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ആ ശക്തികൾ എത്തിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശക്തികൾ കൂടി ഒരു ഷെയറിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ, ഷെയറിങ്ങിലൂടെ നമുക്ക് അധികാരത്തിൽ കൈയാളാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഇവർ പറയുന്നത്. ഇൻ എ വേർഡ്, പൊളിറ്റിക്സ് ഡീൽസ് വിത്ത് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് പവർ. അപ്പൊ ആ പഴയകാല കാഴ്ചപ്പാടിൽ നിന്നൊരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. സ്റ്റേറ്റിനെ പറ്റി മാത്രമല്ല, പവറിനെ കുറിച്ചും പൊളിറ്റിക്കൽ സയൻസ് പ്രതിപാദിക്കുന്നു. However, the power that political science deals with is more often than not the legitimate power. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ശക്തി വിശേഷങ്ങളുണ്ട്. പലതരത്തിലുള്ള വ്യക്തികളുടെ ആളുകൾ മാറുന്നതിനനുസരിച്ച് അവരുടെ പവറിലും വ്യത്യാസം വരും. സാധാരണ ആളുകളിലുള്ള പവറും അതുപോലെ കുറച്ച് ഉയർന്ന വർഗ്ഗങ്ങളിലുള്ള പവറും അതിനേക്കാൾ ഉയർന്ന ആൾക്കാരുടെ പവറും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തരം പവറുകളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ഈ ശക്തിവിശേഷങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാം. സിൻസ് സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഫിനോമിന ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇവിടെ വേറൊരു വാക്കും കൂടി ഇതിന്റെ പരം കൂടിച്ചേരുന്നുണ്ട്. പൊളിറ്റിക്സ് എന്നുള്ളത് എന്തായി മാറി? പൊളിറ്റിക്കൽ സയൻസ് എന്ന തലത്തിലേക്ക് മാറി. അപ്പൊ ആദ്യകാലങ്ങളിൽ പൊളിറ്റിക്സ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചതെങ്കിലും പിന്നീട് അത് പൊളിറ്റിക്കൽ സയൻസ് എന്ന വേർഡിലേക്ക് വരികയാണ്. അപ്പൊ സയൻസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങളല്ല, എന്താണ്, ഭൗതികപരമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സയൻസ് അത് എന്ത് ചെയ്യുള്ളൂ, ഏറ്റെടുക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള
ഒരു സമീപനം ഈ പൊളിറ്റിക്സിനും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, ഒരു പ്രതിഭാസത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുന്നതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് എന്തെങ്കിലും നമ്മളുടെ ഭാവനകൾ എഴുതി വെച്ചാൽ ഒരിക്കലും അത് എന്താവില്ല, പൊളിറ്റിക്കൽ സയൻസ് ആവില്ല. അപ്പോൾ അത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സത്യമാണ് എന്ന് തെളിയിക്കണം. It follows that a political science studies the state and power in all their aspects. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റിനെയും പവറിനെയും അതിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായ പഠനത്തിന് വിധേയമാക്കുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് വളരുകയാണ് ചെയ്യുന്നത്. യു വിൽ ലേൺ മോർ അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് പവർ ലേറ്റർ ഇൻ ദിസ് ലെസൺ. എന്താണ് സ്റ്റേറ്റ്, എന്താണ് പവർ എന്നൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ബോത്ത് എംപെരിക്കൽ ഫാക്ട്സ് ആൻഡ് നോർമേറ്റീവ് ഇഷ്യൂസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എംപെരിക്കൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഭൗതികപരമായുള്ള സത്യങ്ങൾ, സാർവലൗകിക സത്യങ്ങളെയാണ് നമ്മൾ എംപെരിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. വെള്ളം എന്ന് പറയുന്നത് 100 ഡിഗ്രിയിൽ തിളയ്ക്കും എന്ന് പറയുന്ന ഒരു എംപെരിക്കൽ ഫാക്ട് ആണ്. 100 ഡിഗ്രി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തിളച്ചിരിക്കും. അത് എവിടെ വെച്ച് നമുക്ക് പരീക്ഷണം ചെയ്തും കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ഭൗതികമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ശാസ്ത്ര സത്യങ്ങളെയാണ്, വിജ്ഞാന സത്യങ്ങളെയാണ് നമ്മൾ എംപിരിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. നോർമേറ്റീവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി തീരണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പറയാവുന്നതിനെയാണ് നോർമേറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അനുഭവപരമായിട്ട് നമുക്ക് ഇങ്ങനെ ആവണം എന്നുള്ളതിനൊക്കെയാണ് അത് നമുക്ക് നോക്കാം എന്താണ്. ഫാക്ട്സ് ആർ ഇൻ ദ ഡൊമൈൻ ഓഫ് വാട്ട് ഈസ്. അപ്പോൾ ഫാക്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും വാട്ട് ഈസ്, എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എപ്പോഴും ഫാക്റ്റുകൾ പറയുക. അതെന്താണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ അതിന് ഫാക്ട് എന്ന് പറയും. ആൻഡ് വാല്യൂ പ്രിഫറൻസസ് ആർ ദ ഡൊമൈൻ ഓഫ് വാട്ട് ഷുഡ് ബി. പിന്നീട് നമ്മൾ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ മൂല്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും വാട്ട് ഷുഡ് ബി, എന്തായി തീരണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇതാണ് നോർമേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് സംബഡി സേസ് ഇന്ത്യ ഈസ് പാർലമെന്ററി ഡെമോക്രസി. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം പാർലമെന്ററി ഡെമോക്രസിയാണ് അല്ലെ, പാർലമെന്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഹി ഓർ ഷീ ഈസ് മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപെരിക്കൽ ഫാക്ട്. ഇതൊരു എംപെരിക്കൽ ഫാക്ട് ആണ്, കാരണം സത്യമാണ്, നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് വാട്ട് ഇന്ത്യ ടുഡേ ആക്ച്വലി ഈസ്. അപ്പോൾ ഇന്ത്യ എന്താണ് ഇന്നത്തെ അവസ്ഥയിൽ എന്ന് നമുക്ക് ഉറപ്പാണ്, ഇത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ്. ബട്ട് ഇഫ് ഷീ ഓർ ഹി വെയർ ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദ വൺ ദാറ്റ് ഇന്ത്യ ഷുഡ് സ്വിച്ച് ഓവർ ടു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി. ഇനി ഇന്ത്യ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് മാറണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതെന്താണ്, സത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, അതൊരു നോർമേറ്റീവ് ഇഷ്യൂ ആണ്. ഇനി ഭാവിയിൽ എന്തായി തീരണം എന്നാണ് നമ്മൾ പറയുന്നത്. ദി സ്റ്റേറ്റ്മെന്റ് വുഡ് ബി നോർമേറ്റീവ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഡിസ്ക്രൈബിംഗ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ മറ്റുള്ള സയൻസുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ പ്രസന്റിൽ എന്താണ് എന്ന്, അല്ലെങ്കിൽ ഇപ്പൊ വർത്തമാന കാലത്ത് എന്താണ് എന്ന് മാത്രമേ ആ സയൻസുകൾ പറയുന്നുള്ളൂ. എന്തായി തീരണം എന്നുള്ളതിനെ പറ്റി ആ സയൻസുകളൊന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഒരു ലോ ഉണ്ടാവും അല്ലെ, കണ സിദ്ധാന്തമോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ക്വാണ്ടം ഫിസിക്സ്, അതുപോലെ ചലന നിയമങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഇപ്പൊ നിലവിൽ എന്താണ് എന്നുള്ളത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇനി എന്തായി തീരണം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കൽ സയൻസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തായി തീരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഇത് പറയുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ദിസ് ഈസ് വാട്ട് ഇന്ത്യ ടുഡേ ആക്ച്വലി. നമുക്കറിയാം ഇതെന്താണ്, ഇന്ത്യ ഇപ്പോൾ പാർലമെന്ററി ഡെമോക്രസിയാണ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഡിസ്ക്രൈബിംഗ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. പൊളിറ്റിക്കൽ സയൻസ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിൽക്കുന്നില്ല. ഇറ്റ് വാണ്ട്സ് ടു ചേഞ്ച് ഓർ ഇംപ്രൂവ് അപ്പോൺ ദം. അപ്പൊ അതിന്റെ മുകളിൽ എന്തെല്ലാം തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്, വികാസങ്ങൾ അല്ലെങ്കിൽ പുരോഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച കൂടി പൊളിറ്റിക്കൽ സയൻസിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി സയൻസിലേക്ക് മാറുന്നു പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്സ് എന്നുള്ള വാക്കിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഒരു പ്രതിഭാസത്തെ വിലയിരുത്തുന്ന രീതിയെയാണ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സയന്റിഫിക് ആകുമ്പോൾ പ്യുവർ സയൻസിൽ അവിടെ നിൽക്കുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പൊളിറ്റിക്കൽ സയൻസിലേക്ക് എത്തുമ്പോൾ അത് എന്ത് ആയി തീരണം എന്നുള്ള കാഴ്ചപ്പാട് കൂടി പൊളിറ്റിക്കൽ സയൻസ് അവതരിപ്പിക്കുന്നു. അപ്പൊ അവിടെ വാല്യൂ അഥവാ മൂല്യങ്ങളുടെ ഒരു പ്രത്യേകതകൾ കൂടി പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ എന്താണ്,
അത് മതപരമായ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മതപരമായ മൂല്യങ്ങൾ പലതും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുമ്പോൾ ജനാധിപത്യപരമായ മൂല്യങ്ങൾ മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ മുൻനിർത്തിയുള്ള മൂല്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരം മൂല്യങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് പൊളിറ്റിക്കൽ സയൻസ് മുൻതൂക്കം കൊടുക്കുക. അതുപോലെ ഓട്ടോക്രസിയുടെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ, ഏകാധിപത്യ ഭരണത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ ഉദാത്തമായ മൂല്യങ്ങളായിരിക്കും മനുഷ്യാവകാശങ്ങളെ ചേർന്ന് നിന്നുള്ള അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അപ്പൊ ആധുനിക കാലത്ത് മൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന തലങ്ങളിലേക്ക് എത്തിക്കുക എന്നത് കൂടി പൊളിറ്റിക്കൽ സയൻസിന്റെ ആവശ്യകതയാണ്. അതിലേക്കും കൂടി പൊളിറ്റിക്കൽ സയൻസ് വിരൽ ചൂണ്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ സയൻസ് ഈസ് എംപെരിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ് ബൈ വെർച്യൂ ഓഫ് വാട്ട് ഒബ്സർവേഷൻ ഷോസ് ടു ബി ദ കേസ്. ഇപ്പൊ എംപെരിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ അത് സത്യമാവാം ഒന്നെങ്കിൽ അസത്യമാവാം. ഈ രണ്ട് കേസ് മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ. ഒന്നെങ്കിൽ സത്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അസത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് മാത്രം നമുക്ക് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ഇന്നേതായിരിക്കും എന്ന്, പക്ഷെ അത് സത്യമാവണം എന്നില്ല. പിന്നീട് നമുക്കത് സത്യമാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അസത്യമാണെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചതിന് ശേഷമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു രോഗിക്ക് രോഗമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെയാണത്. അപ്പൊ നമ്മൾ ടെസ്റ്റിന് കൊടുത്തു, ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട്. ഇപ്പൊ കൊറോണ പോസിറ്റീവ് ആണ്, കൊറോണ നെഗറ്റീവ് ആണ് എന്നൊക്കെ പറയുന്ന പോലെ. ഇവാലുവേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എത്തിക്കൽ ഓർ മോറൽ ഇംപെരേറ്റീവ്സ്. ഇവാലുവേറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എത്തിക്കൽ ആണ്, അല്ലെങ്കിൽ മോറൽ, അല്ലെങ്കിൽ ഇംപെരേറ്റീവ് ആണ്. ഇവാലുവേറ്റ് ചെയ്യുക. എത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധാർമ്മികതയ്ക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരു എത്തിക്സ് നമുക്കുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ എത്തിക്സ് അനുസരിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ. എഴുതപ്പെട്ട നിയമങ്ങളല്ല എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതപ്പെട്ട നിയമങ്ങൾക്ക് അപ്പുറം നമ്മൾ ഒരു പാരസ്പര്യ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ മോറൽ ഇംപെരേറ്റീവ്, അതുപോലെ ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നു. വിച്ച് ആർ ഓഫൺ സെഡ് നോട്ട് ടു ബി ട്രൂ ഓർ ഫാൾസ് ഇൻ എനി സെൻസ് അറ്റ് ഓൾ. അപ്പൊ അത് അത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. ഫോർമൽ സ്റ്റേറ്റ്മെന്റ് സച്ച് ആസ് പ്രൊപ്പോസിഷൻസ് ഓഫ് മാത്തമാറ്റിക്സിൽ നമ്മൾ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇന്നേതായിരിക്കും എന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് നമ്മൾ പിന്നെ കണക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇന്നേതാണ് അല്ലെങ്കിൽ ഇന്നേതല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഫോർമൽ സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് മാത്തമാറ്റിക്സ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കണക്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ എന്താണ്, ഈ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ എല്ലാം തുല്യമായി കഴിഞ്ഞാൽ മറ്റൊരു ത്രികോണത്തിന് അത് സർവ്വസമാനമാവും തീരുമോ എന്ന് നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സർവ്വസമാനമാവും എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു ഇത് സർവ്വസമാനമാവും. അല്ലെ രണ്ട് കോണുകളും ഒരു വശവും തുല്യമായാൽ രണ്ട് ത്രികോണങ്ങൾ സർവ്വസമാനമായി തീരുമോ, ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രൂ ഓർ ഫാൾസ് ബൈ വെർച്യൂ ഓഫ് ദ ഏണിങ്സ് ഓഫ് ദർ കോൺസ്റ്റിറ്റ്യൂന്റ് ടേംസ് അലോൺ. ഇങ്ങനെയാണ് അതിന്റെ ടേംസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സത്യമാണെന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പറ്റുന്നത്. പൊളിറ്റിക്കൽ ഫിലോസഫി ഡീൽസ് വിത്ത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ്. അതേസമയം പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നതെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് എംപെരിക്കൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. അപ്പോൾ